ബയോളജിയാണ് നീറ്റിൻ്റെ ക്രക്സ്. ഫിസിക്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫിസിക്സ് വട്ടപൂജയായിരുന്നു ബ്രില്യൻ്റ് വരുന്നതിന് മുന്നേ. ഇതൊരു JEE എൻട്രൻസ് പോലെ ഒരു എക്സാം അല്ല. അപ്പോൾ അതൊക്കെ ഇവിടുത്തെ മോഡൽ എക്സാംസ് എഴുതി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും മാർക്ക് കുറഞ്ഞല്ലോ, റാങ്ക് കുറഞ്ഞല്ലോ എന്നല്ല, ഒരു പരീക്ഷ മാറ്റർ ചെയ്യത്തുള്ളൂ, അത് നീറ്റാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 90 ക്വസ്റ്റ്യൻസ് ആണ് ബയോളജി എന്നുള്ളത്, അത് 15 മിനിറ്റ്സ് കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റും. അത് സാധാ ഒരു സ്റ്റുഡൻറ്റിന്, പുറത്തുനിന്നുള്ള സ്റ്റുഡൻറ്റിന് പറ്റത്തില്ല. ഇവിടെ പഠിച്ച് യൂണിറ്റ് വൈസ് എക്സാം എഴുതിയ ഒരു സ്റ്റുഡൻറ്റ് മാത്രമേ ഈ ഒരു ലക്ഷറി ഉള്ളൂ. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുവാണ്, ഓ മോനെ ഈ ടോപ്പിക്സ് ആണ് നിനക്ക് മോശം, നീ ഇതിൽ വർക്ക് ചെയ്യും. തൃശ്ശൂരിലൊരു സെന്ററിൽ പോയിരുന്നു, ബ്രില്യൻറ്റിൻ്റെ അല്ല, വേറൊരു സെന്ററിൽ ഞാൻ പോയിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും വേറൊരു സെന്റർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്, ബ്രില്യൻറ്റും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആരോമലിന് പറയാം എങ്ങനെ ബ്രില്യൻറ്റ് മറ്റൊരു എൻട്രൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും വ്യത്യസ്തമാണ്. ഇതിൻ്റെ ഒരു ഡബിൾ സൈസ് ഉള്ള ഒരു റൂമിൽ ഒരു 100 കുട്ടികൾ തിങ്ങി നിറഞ്ഞ്, അവിടെ ഫാനും ഇല്ല, വിയർത്തൊലിച്ച്, അങ്ങനെയാണ് ഞാൻ അവിടെ ക്രാഷ് അറ്റൻഡ് ചെയ്തത്. കെമിസ്ട്രി ആള് അവിടെ വന്നിരുന്ന് കഥ പറയുന്നത്, ഒരു മാസത്തെ ക്രാഷാണ്. എനിക്ക് കെമിസ്ട്രി ഒന്നും അറിയത്തില്ല. അങ്ങനെ ഒരു എൻവയൺമെന്റിൽ നിന്നാണ് ഞാൻ ഇവിടെ വന്നത്. നമുക്കൊരു ഹോംലി ഫീലിംഗ് ആണ് ഇവിടെ. സ്റ്റുഡൻസിനെ ഒരു ഒരു രാജാക്കന്മാരെ പോലെ കൊണ്ടു നടക്കും. ജോർജ് സാറ് ഒരു ദിവസം വന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു എനർജി എനിക്കൊരു 1 മാസത്തേക്ക് കാണും. ഞാൻ ബ്രില്യൻറ്റിലെ സമയം ഒരുപാട് എൻജോയ് ചെയ്തിരുന്നു. അപ്പോൾ എനിക്ക് പല ഓർമ്മകളും ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ തിരിച്ച് വന്നത്. എൻ്റെ അമ്മയുടെ ഒരു ആഗ്രഹമായിരുന്നു ശ്രീരഞ്ജിനി, എൻ്റെ അമ്മയുടെ ഒരു ആഗ്രഹമായിരുന്നു ഞാനൊരു ഡോക്ടറാണ്. എൻ്റെ അങ്കിളിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഞാൻ ആർമി ഓഫീസറാണ്. AFMC എന്ന് പറയുന്നത് ആർമി ഡോക്ടേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഇത് ഒരു സെൻട്രൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അതുകൊണ്ട് ഒരു രീതിയിലുള്ള ഫീസും ഇല്ല, എല്ലാ മാസമുള്ള മെസ് ഫീ മാത്രമേ ഉള്ളൂ. അത് മാത്രമേ നമുക്ക് അത് പേ ചെയ്യാനുള്ള സ്റ്റൈഫൻഡ് അവിടെ നിന്ന് തന്നെ കിട്ടും. AFMCയുടെ റിസൾട്ട് വന്നത് നവംബർ 16 4 മണിക്കാണ്. ഞാൻ നവംബർ 16 1 മണിയുടെ ട്രെയിനിൽ പൂനെക്ക് കയറിയിരുന്നു. നമ്മളതിന് റെഡിയായിട്ട് ഇറങ്ങി തിരിച്ചാൽ നമ്മൾ ആർക്കും തടുക്കാൻ പറ്റും. ഒരു 650+ മാർക്ക് ഉണ്ടോ AFMC ഷുവറാണ്. നീറ്റ് 2024 ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. നമുക്ക് എടുത്തു പറയാനാണെങ്കിൽ ഇനി ഏകദേശം 2 മാസങ്ങൾ മാത്രമാണ് വിദ്യാർത്ഥികളുടെ മുൻപിലുള്ളത്. മെയ് 5-ാം തീയതിയാണ് എക്സാം. ആൻഡ് വിദ്യാർത്ഥികളെല്ലാവരും വളരെ കോൺഫിഡൻ്റ് ആയിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ പ്രിപ്പറേഷനൊക്കെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതൊക്കെ എന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നമ്മോടൊപ്പം ഒരു വിദ്യാർത്ഥി വന്നിട്ടുണ്ട്, ആരോമൽ സ്വന്തം വീട്ടിലേക്ക് വരുന്നവരാണെന്ന് ബ്രില്യൻറ്റിലേക്ക് കയറി വന്നിരിക്കുന്നത്. ഇവിടെ എല്ലാം ആരോമലിനെ പരിചിതമായ ഒരുപാട് മുഖങ്ങളാണ്. പഠിപ്പിച്ച പ്രൊഫസർമാർ, ക്ലാസ് ടീച്ചേഴ്സ്, അതുപോലെ ശിവൻ സാറ്, ഡയറക്ടേഴ്സ്, അങ്ങനെ തുടങ്ങി എല്ലാവരുമായിട്ടും ആരോമലിന് നല്ലൊരു കണക്ഷനാണ്. അതിന് പിന്നിൽ വലിയൊരു കാര്യമുണ്ട്. ആരോമൽ ലക്ഷ്യം വെച്ചിരുന്നത് AFMC ആയിരുന്നു. AFMCയിൽ ആരോമലിന് എത്താൻ സാധിച്ചു. ആ ഒരു വലിയ വിജയത്തിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു വലിയ നേട്ടത്തിലേക്ക് എത്തുന്നതിന് പിന്നിൽ ബ്രില്യൻറ്റിനും വലിയ പ്രാധാന്യമുണ്ട്. ആ ഒരു പ്രാധാന്യം തിരിച്ചറിഞ്ഞ്, അല്ലെങ്കിൽ അത് എക്സ്പീരിയൻസ് ചെയ്തതുകൊണ്ടാണ് ആരോമൽ ഇത്ര സന്തോഷത്തോടുകൂടി ബ്രില്യൻറ്റിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നത്. 2019 ആയിരുന്നു, 2019-2020 ആ ഒരു കാലഘട്ടത്തിലാണ് ബ്രില്യൻറ്റിൽ പഠിച്ചത് അല്ലേ? ഇപ്പോൾ AFMC ഒക്കെ ലക്ഷ്യം വെക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അതിലെല്ലാം ഉപരി ഒരു MBBS സീറ്റ് അത് ലക്ഷ്യം വെക്കുന്ന നിരവധി വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ അവരോടൊക്കെ അവരുടെ ഒരു പ്രിപ്പറേഷൻ ടൈമാണ്, ഭയങ്കര സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. എങ്ങനെയായിരിക്കണം ഈ ഒരു സമയത്ത് ഡീൽ ചെയ്യേണ്ടത്? ഇപ്പം ബ്രില്യൻറ്റിലെ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ അവർ ഓൾറെഡി എല്ലാ ക്ലാസ്സും ഇവിടെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു. അവർ യൂണിറ്റ് എക്സാംസ് എഴുതി കഴിഞ്ഞു. അപ്പോൾ അവർ ഇപ്പം യൂണിറ്റ് വൈസ് മോഡൽ അവർ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ പറയാനുള്ളത്, ബയോളജിയാണ് നീറ്റിൻ്റെ ക്രക്സ് എന്ന് പറയുന്നത്. അപ്പം NCERT ടെക്സ്റ്റ് ബുക്ക് പരമാവധി വായിച്ച ഒരാൾക്ക് നീറ്റ് എക്സാം പകുതി ഈസി ആയി കഴിഞ്ഞിരിക്കും. അപ്പം പിന്നെ വരുന്നത് ഫിസിക്സാണ്. ഫിസിക്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫിസിക്സ് വട്ടപൂജയായിരുന്നു ബ്രില്യൻ്റ് വരുന്നതിന് മുന്നേ. എനിക്ക് CBSE എക്സാമിന് മാർക്കുണ്ടെങ്കിലും അത് എനിക്ക് ഒരു രീതിയിലുള്ള തിയറി ഇല്ലായിരുന്നു. അപ്പം ഞാൻ ഒരിക്കലും കാണാൻ പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് അല്ലായിരുന്നു. തിയറിറ്റിക്കൽ ആയിട്ട് കുറച്ച് മനസ്സിലായെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ബ്രില്യൻ്റ് വന്നതോടെ 1 വർഷം കൊണ്ട് എൻ്റെ കൺസെപ്റ്റ്സ് എല്ലാം അടിപൊളിയായിട്ട് ക്ലിയർ ആയി. അപ്പോൾ എനിക്ക് നീറ്റിനും വരുന്ന ക്വസ്റ്റ്യൻസ് അതുപോലെയാണ്. അവർക്ക് ഇക്വേഷൻസ് അറിയാമോ, 1-2 തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻസ്, ഇത്രയൊക്കെയാണ് നീറ്റിന് വരത്തുള്ളൂ. ഇതൊരു JEE എൻട്രൻസ് പോലൊരു എക്സാം അല്ല. അപ്പം അങ്ങനത്തെ ബേസിക് കാര്യങ്ങളേ ഉള്ളൂ എന്നെനിക്ക് മനസ്സിലാക്കി തന്ന ബ്രില്യൻ്റ് നിന്ന് പഠിച്ച് ഇവിടെ എക്സാം ഒക്കെ എഴുതിയോണ്ടാണ്. പിന്നെ വരുന്നത് കെമിസ്ട്രി എന്ന് പറയുമ്പോൾ ഒരു ബയോളജിയും ഫിസിക്സോടെ മിക്സ് ചെയ്തൊന്നാണ്. അതായത് ബയോളജി പോലെ തന്നെ ഓർത്തിരിക്കാനുള്ള കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട്, ഫിസിക്സ് പോലെ തന്നെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇവിടുത്തെ മോഡൽ എക്സാംസ് എഴുതി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതായത് റാങ്കും മാർക്കും അല്ല, ഇവിടുത്തെ റാങ്കും മാർക്കും അല്ല, പക്ഷെ നമ്മൾ ഒരു ചാപ്റ്ററിൽ നിന്ന് നിരന്തരമായിട്ട് ക്വസ്റ്റ്യൻ ഇങ്ങനെ തെറ്റുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഈ ചാപ്റ്റർ ഇച്ചിരി ടഫാണ്, എനിക്കിതൊന്ന് പഠിക്കണം. അപ്പോൾ അത് തിരിച്ചു പോയി പഠിക്കുക. അല്ലാതെ മാർക്ക് കുറഞ്ഞല്ലോ, റാങ്ക് കുറഞ്ഞല്ലോ എന്നല്ല, ഒരു പരീക്ഷ മാറ്റർ ചെയ്യത്തുള്ളൂ, അത് നീറ്റാണ്. അപ്പം നമ്മൾ ക്ലിയർ മൈൻഡോടുകൂടി പോയാൽ നമുക്ക് വളരെ നന്നായി എഴുതാൻ പറ്റുന്ന ഒരു എക്സാമാണ് നീറ്റ്. അപ്പം ഇവിടുത്തെ റാങ്കും മാർക്കുമല്ല,
ആ എക്സാം എല്ലാം അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും, അയ്യോ എനിക്ക് സർഫസ് കെമിസ്ട്രി എനിക്ക് മനസ്സിലായിരുന്നില്ല, ഈ ക്വസ്റ്റൻ ആണ് എനിക്ക് പിന്നെയും വീണ്ടും തരുന്നത്, ഞാൻ അതൊന്നുകൂടെ വായിച്ചേക്കാം. അപ്പോൾ അങ്ങനെ ഒരു തിരിച്ചറിവ് ഉണ്ടാവണമെങ്കിൽ നമ്മൾ എക്സാംസ് എഴുതിയാലേ വരത്തുള്ളൂ. അപ്പോൾ ഇവിടെ നിരന്തരമായിട്ടുള്ള ഈ എക്സാംസ് അതിനെ നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇപ്പം മോഡൽ എക്സാം ഇപ്പം May 5 ആണ് നീട്ടുന്നത്. അപ്പം May 5 എന്ന് പറയുമ്പോൾ ഒരു 60+ ഡേയ്സ് ഉണ്ട്. അപ്പം ഞാനെന്ന് പറഞ്ഞാൽ പേഴ്സണലി എനിക്ക് ബയോളജി ഒരു സൈഡിൽ ഒതുക്കി നിർത്തുക എന്നുള്ളതാണ് ഞാൻ വെച്ചൊരു എയിം. അപ്പം ഞാൻ ആ NCERT ടെക്സ്റ്റ് ബുക്ക് ഒരു 35 വട്ടം വായിച്ചിട്ടുണ്ട്. ആ 38 ചാപ്റ്റേഴ്സ് ഞാൻ ഒരു 35 വട്ടമെങ്കിലും വായിച്ചിട്ടുണ്ട്. ഒരാഴ്ച കൊണ്ട് ഞാൻ NCERT മൊത്തം ഓരോ ആഴ്ചയും NCERT ഒരു വട്ടം റിവൈസ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 90 ക്വസ്റ്റ്യൻസ് ആണ് ബയോളജി എന്നുള്ളത്, അത് 15 മിനിറ്റ്സ് കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റും. കാരണം നമ്മൾ നോക്കുമ്പോൾ സാധാ ഒരാൾ നോക്കുമ്പോൾ ഒരു ക്വസ്റ്റിന് 4 ഓപ്ഷൻസ് ആണ്. പക്ഷേ NCERT ഒരു 20 കൂടുതൽ അല്ലെങ്കിൽ ഒരു 10 വട്ടെങ്കിലും വായിച്ച ഒരാൾക്ക് നോക്കുമ്പോൾ അയാൾക്ക് ഒരൊറ്റ ഓപ്ഷനെ കാണാൻ പറ്റും, ശരി ഉത്തരം. അപ്പം അത് NCERT ടെക്സ്റ്റ് ബുക്ക് വായിച്ച് വരുന്നില്ല. അപ്പം 90 ക്വസ്റ്റ്യൻസ് 15 മിനിറ്റ്സ് കൊണ്ട് ചെയ്ത് തീർക്കുക എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു, എക്സാം പകുതി കഴിഞ്ഞു. ബാക്കി 2 മണിക്കൂർ 45 മിനിറ്റ് ബാക്കി പിന്നെ ഉണ്ട്. അതിലൊരു 1.5 മണിക്കൂർ എടുത്ത് ഫിസിക്സ് ചെയ്താൽ പോലും കെമിസ്ട്രിക്ക് പിന്നെ 1.25 മണിക്കൂർ ബാക്കിയാണ്. അപ്പം ഞാൻ ഫോളോ ചെയ്ത ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ബയോളജി പക്ക ഏത് രാത്രി എന്ത് ക്വസ്റ്റ്യൻ, ആക്സിയൽ പ്ലാസന്റേഷൻ്റെ ഒരു എക്സാമ്പിൾ ചോദിച്ചു, അതെനിക്ക് അറിഞ്ഞിരിക്കണം എന്താണ് എക്സാമ്പിൾ എന്തായിരിക്കും. അത് ആ NCERT ടെക്സ്റ്റ് ബുക്ക് നിരന്തരമായിട്ട് വായിക്കുന്നു. ഒരു ദിവസം ഒരു 5 ചാപ്റ്റർ വെച്ച് വായിച്ചാൽ ഒരാഴ്ച കൊണ്ട് NCERT ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പം അത് മാത്രമല്ല, അപ്പം അങ്ങനെ പിന്നെ ഫിസിക്സ് ഇവിടുത്തെ എക്സാംസ്, കെമിസ്ട്രി ഇനോർഗാനിക് കെമിസ്ട്രി അതുപോലെ ഓർമ്മ വെക്കേണ്ട ചാപ്റ്റർ ബയോളജി പോലെ തന്നെ നിരന്തരം വായിച്ചു പിന്നെ ബാക്കി എല്ലാം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്താണ് ഉണ്ടാക്കിയത്. അതുമാത്രമല്ല ഞാൻ ഫോളോ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും ടെൻഷൻ അടിച്ചില്ല. എനിക്ക് ഒരു നല്ല റാങ്ക് ബ്രില്യൻറ്റിൽ എനിക്ക് മോഡൽ എക്സാംസിന് കിട്ടിയിട്ടില്ല, എനിക്ക് നല്ല റാങ്ക് ഒരിക്കലും കിട്ടിയിട്ടില്ല. പക്ഷേ ഞാൻ എക്സാം നടന്നു, മാർക്ക് വന്നു, ഇനി നമ്മുടെ ജോലിയാണ് അതിൽ നിന്ന് എന്തെടുക്കണം. എനിക്ക് 2 രീതിയിൽ ചിന്തിക്കാം. ഒന്ന്, എനിക്ക് 20,000 റാങ്കേ ഇവിടെ ഉള്ളൂ, പിന്നെ എനിക്ക് എങ്ങനെ ഓൾ ഇന്ത്യ റാങ്ക് 4,000 കിട്ടും. അപ്പം ആ 2 രീതി ചിന്തിക്കാം. വേറൊരു രീതി നമുക്ക് ചിന്തിക്കാം, കെമിസ്ട്രി 45 ക്വസ്റ്റൻ ഉണ്ടായിരുന്നു, എനിക്ക് 31 ശരിയാക്കാൻ പറ്റുള്ളൂ, അപ്പോൾ 14 ടോപ്പിക്ക് എൻ്റെ ക്ലിയർ അല്ല. അപ്പോൾ എനിക്ക് പോയി ആ 14 ടോപ്പിക്ക് ക്ലിയർ ആയി അടുത്ത ആഴ്ച എക്സാമിന് വരാം. അങ്ങനെ ഒരു 10 എക്സാം എഴുതി കഴിയുമ്പോൾ 140 ടോപ്പിക്ക് ക്ലിയർ ആകുകയാണ്. അത് സാധാ ഒരു സ്റ്റുഡൻറ്റിന് പുറത്തുനിന്നുള്ള സ്റ്റുഡൻറ്റിന് പറ്റത്തില്ല. ഇവിടെ പഠിച്ച് യൂണിറ്റ് വൈസ് എക്സാം എഴുതിയ ഒരു സ്റ്റുഡൻറ്റ് മാത്രമേ ഈ ഒരു ലക്ഷറി ഉള്ളൂ ഇങ്ങനെ ചെയ്യാൻ. അപ്പം നമ്മൾ ഓരോ മോഡൽ എക്സാം കഴിയുമ്പോഴും അതാണ് ആ മോഡൽ എക്സാമിൽ നിന്ന് എടുക്കേണ്ടത്. എൻ്റെ ഈ ടോപ്പിക്ക് ക്ലിയർ അല്ല, ഈ മാർക്കോ റാങ്കോ അല്ല, എൻ്റെ ഈ ടോപ്പിക്സ് ക്ലിയർ അല്ലെന്ന് എനിക്ക് ഈ എക്സാമിൽ കൂടെ മനസ്സിലാക്കി. അങ്ങനെ നിരന്തരമായി മനസ്സിലാക്കി അവനവനെ തന്നെ ഒന്ന് പോളിഷ് ചെയ്ത് എടുത്ത് നമ്മൾ ഫ്രഷ് ആയിട്ട് നീറ്റ് എഴുതാൻ പോകും. അതാണ് ഞാൻ ഫോളോ ചെയ്ത ടെക്നിക്ക്. അതെനിക്ക് 100% വർക്ക്. ഞാൻ കോവിഡിൽ ഒരു 6 മാസം എൻ്റെ എക്സാം ഡിലേ ആയി. അപ്പം ഞാൻ വീട്ടിൽ ഇരുന്ന് പഠിക്കുന്ന ഒരാളല്ല. പക്ഷേ അതുകൊണ്ട് എൻ്റെ പ്രിപ്പറേഷൻ വളരെ മോശമായിപ്പോയി അവസാന ഇതിലേക്ക്. പക്ഷെ എന്നിട്ട് പോലും എനിക്ക് 655 സ്കോർ ചെയ്യാൻ പറ്റി. അത് ഇവിടെ ഞാൻ ഫോളോ ചെയ്ത് ഈ ഒരു പാറ്റേൺ കൊണ്ടാണ്. ഒരുപാട് പേരെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് അരോമൽ ഇവിടെ നിൽക്കുന്നത്. അരോമൽ പറഞ്ഞൊരു കാര്യമുണ്ട്, മോഡൽ എക്സാമിലൊക്കെ എനിക്ക് മാർക്ക് കുറയുന്ന സമയത്ത് ഞാൻ ഒരിക്കലും ഗിവപ്പ് ചെയ്യാൻ തയ്യാറില്ലായിരുന്നു. അതിലെ തെറ്റുകൾ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്നു. ആൻഡ് ഫൈനലി ആൾ എയിം ചെയ്തെടുത്ത് തന്നെ എത്താൻ സാധിക്കുന്നു. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, സ്വാഭാവികമായിട്ട് മാർക്കൊക്കെ കുറയുന്ന സമയത്ത് എന്തായിരുന്നു തോന്നിയിരുന്നത്? അതിനെ എങ്ങനെ ബീറ്റ് ചെയ്യാനുള്ള ഒരു പ്ലാൻ എന്തായിരുന്നു? മാർക്ക് കുറയുമ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, മാർക്ക് കുറയുമ്പോൾ നമുക്ക് 2 രീതിയിൽ അതിനെ എടുക്കാം. ഒന്ന്, ആദ്യം നമ്മൾ വിലയിരുത്തണം, ഞാൻ നല്ല മാർക്ക് അർഹിക്കുന്ന ഒരാളാണോ. അതായത് ഞാൻ ഒരു വർഷം പ്രിപ്പയർ ചെയ്തിരുന്നു, അല്ലാതെ ഞാൻ വെറുതെ അവിടെ ഇവിടെയും കറങ്ങി നടന്നിട്ട് എനിക്ക് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യരുതോ എനിക്ക് 600+ ഉണ്ട്. പക്ഷെ ഞാൻ എഫേർട്ട് ഇട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു, ഞാൻ എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ചുകൂടെ മാർക്ക് ഡിസർവിങ് ആണ്. അപ്പം ഇവിടെ ഇത്ര മാർക്ക് ഉണ്ടെങ്കിലും ആക്ച്വൽ നീറ്റിന് എനിക്ക് നല്ല മാർക്ക് കിട്ടിയേക്കും. ഇപ്പം 720-ൽ 640 കിട്ടുക എന്ന് പറഞ്ഞാൽ എനിക്ക് 650 ആയിരുന്നു. 16 ക്വസ്റ്റ്യൻ തെറ്റിക്കണം, എന്നാലേ അയാൾക്ക് 720-ൽ 640 കിട്ടത്തുള്ളൂ. 16 ക്വസ്റ്റ്യൻ തെറ്റില്ല, കാരണം അത്ര ഈസിയാണ് ആ പേപ്പർ. അപ്പോൾ എവിടാണ് ആ മാർക്ക് അത്രയും അതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് തെറ്റുന്നത് എന്തുകൊണ്ടാണ്? ഈ മുന്നേ മോഡൽ എക്സാം നമ്മളിങ്ങനെ എഴുതി വരുമ്പോൾ നമുക്ക് മനസ്സിലാവും, എനിക്ക് 650+ കിട്ടാനുള്ള ഞാൻ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാനിത് ഡിസർവ് ചെയ്യുന്നില്ലല്ലോ, കാരണം ബ്രില്യൻറ്റിൽ എനിക്ക് എപ്പോഴും ഒരു 580 അത്രയൊക്കെയല്ലേ കിട്ടിയിരുന്നുള്ളൂ. അങ്ങനെ ഒരു മെൻറ്റാലിറ്റി വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ മാർക്ക് ചെയ്യുന്നതെല്ലാം തെറ്റിപ്പോകും. നമ്മൾ തന്നെ നമ്മളെ സെൽഫ് സാബോട്ടാജ് ചെയ്യുവാണ് അവിടെ, നമ്മൾ തന്നെ മാർക്ക് കുറച്ചുകൊണ്ടിരിക്കുക അവിടെ. അപ്പം മോഡൽ എക്സാംസിൽ നിന്ന് എനിക്കിവിടെ 580 കിട്ടുന്നുള്ളൂ, എനിക്കിവിടെ 420 കിട്ടുന്നുള്ളെങ്കിൽ പോലും ഓക്കെ 420, അപ്പോൾ 420 കിട്ടിയിട്ടുണ്ട്. അത് വെറുതെ കിട്ടിയതല്ല, ആ 420 കിട്ടിയിട്ടുണ്ട്.
ബാക്കി എവിടെ വർക്ക് ചെയ്യണം. നമ്മൾ ചിലപ്പോൾ നോക്കുമ്പോൾ മനസ്സിലാവും നമുക്ക് ഒരേ ചാപ്റ്ററിൽ നിന്ന് തന്നെ ആയിരിക്കും കുറേ ക്വസ്റ്റ്യൻ തെറ്റിയത്. ഒരു ഇപ്പോൾ എന്താന്ന് പറയുക, ഇപ്പോൾ ഒരു മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ, അതിൽ നിന്ന് 5 ക്വസ്റ്റ്യൻ വന്നു. ഫിസിക്സ് എനിക്ക് 5 തെറ്റി, എൻ്റെ 25 മാർക്ക് അവിടെ പോയി. പക്ഷേ എനിക്ക് 2 ദിവസം എടുത്ത മോഷൻ ഇൻ എ പ്ലെയിൻ വൃത്തിക്ക് പഠിച്ചു തീർക്കാം. അപ്പോൾ എനിക്ക് 25 മാർക്ക് ഞാൻ പിന്നെയും ഗെയിൻ ചെയ്യുവാണ്. മനസ്സിലായി? അപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് ഒരു ആൻസർ, ഇപ്പം നമുക്കൊരു മാർക്ക് കിട്ടി 520, നമുക്ക് 520 കിട്ടി. ഓക്കെ, 200 മാർക്സ് എവിടെ പോയി? നമ്മൾ നോക്കുമ്പോൾ ഈ 200-ൽ ഒരു 60 മാർക്സ് ഇനോർഗാനിക് കെമിസ്ട്രിയിലാണ് പോയത്. അപ്പോൾ വിചാരിക്കും ദൈവമേ, അപ്പോൾ ഇനോർഗാനിക് കെമിസ്ട്രി പഠിക്കണം, അപ്പോൾ ഒരാഴ്ച പിന്നെ ഇനോർഗാനിക് കെമിസ്ട്രി പഠിക്കാവും. മനസ്സിലായി? അപ്പോൾ നമ്മൾ അങ്ങനെ ക്ലിയർ ചെയ്ത് നോക്കുമ്പോൾ എല്ലാ ചാപ്റ്ററിൽ നിന്ന് ഒരിക്കലും തെറ്റില്ല. ചിലർക്കൊക്കെ ചില ചാപ്റ്റർ പക്കയായിരിക്കും, അപ്പോൾ ചില ചാപ്റ്റർ ഭയങ്കര വീക്കായിരിക്കും. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മോഡൽ എക്സാം യൂസ് ചെയ്യേണ്ടത്. ഏത് ചാപ്റ്ററാണ് ഞാൻ വീക്ക്? ഈ മാർക്കും എനിക്ക് 655 ആണ് കിട്ടിയത്. എനിക്ക് അങ്ങനെ ഒരു മാർക്ക് എൻ്റെ ജീവിതത്തിൽ കിട്ടിയിട്ടില്ല നീറ്റിനല്ലാതെ. നീറ്റിന് ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവിടുത്തെ ക്വസ്റ്റ്യൻസ് ഉള്ള ടഫ്നെസ് കൊണ്ട് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിട്ട് തോന്നി, നമുക്കത് വൃത്തിക്കാൻ നല്ല സ്പീഡിൽ ചെയ്തു പോകാൻ പറ്റും. അത് മാത്രമല്ല, ഇവിടെ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ മാർക്ക് കുറയുവാണെങ്കിൽ നമ്മൾ ഒരിക്കലും ഡെസ്പ് ആവരുത്. ഒന്നാമത്തെ കാര്യം, നമ്മളിത് വീട്ടിൽ ഒരു വിഷമമായിട്ട് പറയരുത്. കാരണം അവർക്കറിയില്ല എന്താണ് 520 നോക്കുമ്പോൾ അവർ വിചാരിക്കുന്നത് 720-ൽ 520 എന്ന് പറഞ്ഞാൽ എൻ്റെ മോൻ അല്ലെങ്കിൽ ഒരു ചാൻസ് ഇല്ല. അങ്ങനെ വീട്ടിൽ പറഞ്ഞ് അങ്ങനെ അവരെ വിഷമിപ്പിച്ചാൽ അവർ നമ്മളെ ടെൻഷനാക്കും. മോള് പറ്റുന്ന പോലൊക്കെ ചെയ്യും. പക്ഷെ അങ്ങനെ അവർക്ക് ഇത് അറിയത്തില്ല, ഈ ഡൈനാമിക്സ് അറിയത്തില്ല. 520 കിട്ടിയുള്ളെങ്കിൽ ബാക്കി 200 മാർക്സ് എവിടെ പോയി എന്നാണ് നോക്കേണ്ടത്. എന്നിട്ട് നമ്മളെ തന്നെ കറക്റ്റ് ചെയ്യുക. അടുത്ത എക്സാമിന് ചിലപ്പോൾ 520 കിട്ടത്തുള്ളൂ, അടുത്ത എക്സാമിന് ചിലപ്പോൾ 500 കിട്ടത്തുള്ളൂ. അപ്പം നമുക്ക് കൂടുതൽ, ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, 720-ൽ 715 ഒരാൾക്ക് കിട്ടി മോഡൽ എക്സാമിന്. അയാൾ ഇനി അടുത്ത 2 മാസം എന്ത് ചെയ്യും? അയാൾ എവിടെ ഇമ്പ്രൂവ് ചെയ്യും? അയാൾക്കാണ് ടെൻഷൻ. കാരണം ദൈവമേ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നീറ്റിന് വന്നില്ലെങ്കിൽ എനിക്ക് എവിടെ ഇനി ഇമ്പ്രൂവ് ചെയ്യാനുള്ളതെന്ന് അയാൾക്ക് അറിയത്തില്ല. അപ്പം നിങ്ങൾ 500 540 കിട്ടുമ്പോൾ നിങ്ങൾ ഭാഗ്യവാനാണ്. നിങ്ങൾക്ക് അത്ര നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുവാണ്. ഓ മോനെ, ഈ ടോപ്പിക്സ് ആണ് നിനക്ക് മോശം, നീ ഇതിൽ വർക്ക് ചെയ്യും. പക്ഷെ ഒരു 650 680 ഇപ്പൊ കിട്ടുന്ന ആൾക്ക് അയാൾ വിചാരിക്കും അയാൾ ഓവർ കോൺഫിഡൻ്റ് ആയി നടക്കത്തേ ഉള്ളൂ. അപ്പം ഞാൻ 680 കിട്ടുന്നവരെ മോശമാക്കി പറയുന്നതല്ല, ഞാൻ ബാക്കിയുള്ള അവർ ഓൾറെഡി ഇതാണ്. ഇപ്പം ബാക്കിയുള്ളവരോട് പറയുന്ന അവരുടെ കോൺസെപ്റ്റ്സ് ക്ലിയർ ആക്കാനുള്ള ഒരു അവസരമാണ് മോഡൽ എക്സാം. നമ്മൾ പോയ മാർക്ക് എവിടെയാണെന്ന് അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഒരു 5-6 ചാപ്റ്ററിൽ നിന്നായിരിക്കും ഈ മാർക്ക് എല്ലാം പോകുന്നത്. ഇക്വിലിബ്രിയം അങ്ങനത്തെ ഏതെങ്കിലും വലിയ ചാപ്റ്ററിൽ നിന്നായിരിക്കും ഈ മാർക്ക് എല്ലാം പോകുന്നത്. അപ്പോൾ ആ ചാപ്റ്റർ നമ്മൾ ഒരാഴ്ച എടുത്ത് അതങ്ങ് വൃത്തിയാക്കുക. ടീച്ചേഴ്സിനോട് പോയി ഡൗട്ട് ചോദിക്കുക. എനിക്ക് ഇവിടെ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ ചാപ്റ്റർ എനിക്ക് ഇച്ചിരി പാടായിരുന്നു. അപ്പം ഞാനിങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ ചാപ്റ്ററാണ്. ആ ചാപ്റ്റർ എനിക്ക് ഇച്ചിരി പാടായിരുന്നു. ഞാൻ റെഫറൻസിന് വന്നിരുന്ന് ഒരാഴ്ച ടീച്ചേഴ്സിനോട് ചോദിച്ച് ആ ചാപ്റ്റർ പക്കയാക്കി. ആ ചാപ്റ്ററിൽ നിന്ന് തന്നെ ഒരു 3-4 ചോദ്യം വന്നിരുന്നു. അതെല്ലാം ഞാൻ ക്ലിയർ ആക്കി. അപ്പം അതൊരു ഇമ്പ്രൂവ്മെൻ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും അവിടെ എൻ്റെ മാർക്ക് എത്രയാണ്, എൻ്റെ റാങ്ക് എത്രയാണ്, ഓക്കെ അത് യൂണിറ്റ് എക്സാമിന് ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ഒക്കെ നോക്കാം. കാരണം നമുക്കൊരു ജസ്റ്റ് ഇമ്പ്രൂവ്മെൻറ്റ്. മോഡൽ എക്സാം എന്ന് പറയുമ്പോൾ എല്ലാം മാറി. നിങ്ങൾ റിപ്പീറ്റേഴ്സ് ആൾക്കാരുടെ കൂടാണ്, നിങ്ങൾ ബാക്കി സ്റ്റുഡൻസിൻ്റെ കൂടാണ്. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിച്ച് വരുന്നവരാണ്. അപ്പം നിങ്ങൾ ചെയ്യാന്ന് പറയുന്നത് പീസ് ഓഫ് മൈൻഡ് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോവുക. ഇങ്ങനെ മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്ത് പോവുക. മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക നീറ്റ് കഴിയുന്നിടം വരെ. നിരവധി വിദ്യാർത്ഥികളെ പോലെ തന്നെ ആരോമിനും ബ്രില്യൻറ്റുമായി ഭയങ്കര കണക്റ്റഡ് ആയിട്ടുള്ള ഒരാളാണെന്ന് ആരോമിൻ്റെ വാക്കുകളിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നമുക്കറിയാം ആരോമിൽ അത്ര പോസിറ്റീവായിട്ടാണ് റെഫറൻസിൽ ഇരുന്നപ്പോഴുള്ള ആരോമിനുണ്ടായ ഒരു അനുഭവം, അത് എത്രമാത്രം വിജയത്തിലേക്ക് നയിച്ചു എന്ന് പറഞ്ഞത്, അതുപോലെ തന്നെ ബ്രില്യൻറ്റിലെ പ്രൊഫസേഴ്സിനെ കുറിച്ച് പറഞ്ഞത്. പിന്നെ തീർച്ചയായിട്ടും ഓരോ ചാപ്റ്ററൊക്കെ ആ ഒരു പഴയ കാലഘട്ടത്തിൽ, എനിക്ക് 2019-2020 കാലഘട്ടമാണല്ലേ. അപ്പോൾ ഓരോ കാര്യങ്ങളെയൊക്കെ ഓർത്തെടുത്തുകൊണ്ട് ആരോമിൽ പറയുന്നുണ്ട്. ഞാനൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇപ്പം എൻട്രൻസിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഞാനൊരു വർഷം എൻട്രൻസിന് വേണ്ടി റിപ്പീറ്റ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ബ്രില്യൻ്റ് ഒരു ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ടായിരുന്നു ആരോമിൻ്റെ മനസ്സിൽ. 12th ശേഷം എൻ്റെ പ്ലാൻ ആയിരുന്നു ഒരു ക്രാഷിന് പോകണം. അതിനുശേഷം റിപ്പീറ്റേഴ്സ് കോഴ്സിന്. എനിക്ക് ഉറപ്പായിരുന്നു ക്രാഷ് കൊണ്ട് കിട്ടില്ല എന്ന്. പക്ഷേ എനിക്കൊരു എക്സ്പോഷർ കിട്ടാൻ വേണ്ടി എനിക്ക് എവിടെയെങ്കിലും പോകണമെന്നുണ്ടായിരുന്നു. അപ്പം അതുമാത്രമല്ല, ബ്രില്യൻ്റ് കേട്ടൊരു അറിവേ ഉള്ളൂ. എനിക്കൊന്ന് ഗ്രൗണ്ടിൽ ഇറങ്ങി ഒന്ന് അറിയണമായിരുന്നു ബാക്കി സെൻറ്റേഴ്സിൽ എങ്ങനെയാണെന്നുള്ളത്. അപ്പം ഞാൻ തൃശ്ശൂരിലൊരു സെൻറ്ററിൽ പോയിരുന്നു. ബ്രില്യൻറ്റിൻ്റെ അല്ല, വേറൊരു സെൻറ്ററിൽ ഞാൻ പോയിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും വേറൊരു സെൻറ്റർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്, ബ്രില്യൻറ്റും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആരോമലിന് പറയാം എങ്ങനെ ബ്രില്യൻറ്റ് മറ്റൊരു എൻട്രൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും വ്യത്യസ്തമാകുന്നതെന്ന് അല്ലേ? അതെ, ഓക്കെ, പറഞ്ഞു. ഇതിൻ്റെ ഒരു ഡബിൾ സൈസുള്ളൊരു റൂമിൽ ഒരു 100 കുട്ടികൾ തിങ്ങി നിറഞ്ഞ്, അവിടെ ഫാനും ഇല്ല, വിയർത്തൊലിച്ച്
അങ്ങനെയാണ് ഞാൻ അവിടെ ക്രാഷ് അറ്റൻഡ് ചെയ്തത്. അവിടെ 3 ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. അതും 3 പേരാണ് എല്ലാം പഠിപ്പിക്കുന്നത്. അതിൽ ബയോളജി അല്ല ഫിസിക്സ് നന്നായി പഠിപ്പിച്ചു. കെമിസ്ട്രി ആള് അവിടെ വന്നിരുന്ന കഥ പറയുകയാണ്. ഒരു മാസത്തെ ക്രാഷാണ്. എനിക്ക് കെമിസ്ട്രി ഒന്നും അറിയത്തില്ലായിരുന്നു. കഥ പറയുകയാണ് അവിടെ ഇരുന്ന്. എന്നിട്ട് നമ്മളെ ഇങ്ങനെ കളിയാക്കുന്നു, നമ്മളെ ഒരു വല്ലാത്ത രീതിയിൽ നമ്മളെ ഭയങ്കര നെഗറ്റീവ് ആക്കുന്നു. ഓരോ ക്ലാസ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴും നമ്മളെ തന്നെ ഡൗട്ട് ചെയ്യുക. അങ്ങനെ ഒരു എൻവയൺമെന്റിൽ നിന്നാണ് ഞാൻ ഇവിടെ വന്നത്, ബ്രില്യന്റിലേക്ക് വന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഇവിടെ സ്റ്റുഡൻസിനെ ഇപ്പം ഞാൻ തന്നെ ഇന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാൻ വന്നത്. എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, എന്നെ അകത്തേക്ക് കയറ്റി വിടുമോ. ഞാനിവിടെ റാങ്ക് ഹോൾഡർ ഒന്നുമല്ല, പക്ഷെ ഞാനൊരു നല്ലൊരു മെഡിക്കൽ കോളേജിലാണ്. പക്ഷേ സ്റ്റുഡൻസിനെ ഒരു രാജാക്കന്മാരെ പോലെ കൊണ്ടു നടക്കുന്ന, അതും 11,000 സ്റ്റുഡൻസ് ഇവിടെ അതിൽ കൂടുതലുണ്ട്. അവർക്ക് അത്ര ഇമ്പോർട്ടൻസ്. ഞാൻ ആ സെൻറ്ററിൽ പോയപ്പോൾ അവിടെ അതായത് അവരുടെ ഔദാര്യത്തിൽ ഞാൻ പഠിക്കുന്ന പോലായിരുന്നു അവരെന്നെ ഫീൽ ചെയ്യിപ്പിച്ചത്. ഞാൻ തൃശ്ശൂരിലെ സെൻറ്ററിൽ പോയപ്പോൾ. പക്ഷെ ഇവിടെ വന്നപ്പം ഒരു ഫ്രീഡമാണ് എനിക്കിവിടെ കിട്ടിയത്. അതായത് ഒരു രീതിയിലുള്ള പ്രഷർ ഇല്ലാതെ. എന്നും എൻ്റെ ഹോസ്റ്റലിൽ ജോർജ് സാറായിരുന്നു. ജോർജ് സാർ ഒരു ദിവസം വന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു എനർജി എനിക്കൊരു മാസത്തേന് കാണും. സാറിൻ്റെ ഇനിയും സമയമുണ്ട്, 2 മാസം ഇനിയും സമയമുണ്ട്, ഇനി നിങ്ങളെ കൊണ്ട് പറ്റും, നിങ്ങൾ ഇതുവരെ ഒന്നും പഠിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഇനി 600 മേളിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര എനർജിയാണ് വരുന്നത്. അല്ലാതെ മറ്റ് സെൻറ്ററുകളിലെ പോലെ നിങ്ങൾ പഠിച്ചില്ലേ, നിങ്ങൾ അതായിപ്പോ ഇതായിപ്പോ അങ്ങനെയൊന്നും കേട്ടാൽ നമുക്ക് ഒരു രീതിയിലുള്ള രീതിയില്ല. നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴേ നമുക്ക് പഠിക്കാൻ പറ്റും. ഇപ്പം തന്നെ സ്റ്റുഡൻസ് അവർക്ക് നീറ്റാണ് 2 മാസം, എന്നിട്ട് അവരെന്ത് സന്തോഷത്തോടാണ് ക്യാമ്പസിൽ കൂടെ ഒക്കെ നടക്കുന്നത്. പക്ഷെ കാരണം എന്ന് വെച്ചാൽ അവർ പഠിക്കാൻ നടക്കുമല്ല, അവർക്ക് ക്ലിയർ ആണ്, അവർ കോൺഫിഡൻ്റ് ആണ്, അവർ ഫ്രീ ആണ്, അവർ എക്സ്പ്രസ് ചെയ്യാൻ ഫ്രീ ആണ്. ടീച്ചേഴ്സ് തന്നെ എന്നെ ശ്രീജിത്ത് സാറൊക്കെ 3 മണിക്കൂറൊക്കെ ഇരുത്തി എന്നെ ഫോട്ടോസിന്തസിസ് ഇരുത്തി പഠിപ്പിച്ചിട്ടുണ്ട്. സാറിന്റെ ടൈം കഴിഞ്ഞിട്ടും ഇരുന്ന് സാറിനെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ അതായത് സാർ ഏറ്റെടുക്കുകയാണ്, ഉത്തരവാദിത്തമാണെന്നുള്ള രീതിയിൽ അല്ലേ. ഞാൻ നവോദയക്ക് ശേഷം ഇത്ര സിൻസിയർ ഉള്ള ടീച്ചേഴ്സ്, ഞാൻ നവോദയയിലാണ് പഠിച്ചത്. അപ്പം ഇത്ര സിൻസിയറിറ്റി, എത്ര സമയം വേണമെങ്കിലും നിങ്ങൾ വന്നാൽ മതി, ഞങ്ങൾ റെഡിയാക്കി തരാമെന്നുള്ള ഒരു അപ്രോച്ച്, അത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിരുന്നു. അങ്ങനെ നമുക്കൊരു ഹോംലി ഫീലിംഗ് ആണ് ഇവിടെ. എനിക്കാണെങ്കിൽ ഇതൊരു 13th സ്റ്റാൻഡേർഡ് ആയിട്ടാണ് തോന്നുന്നത് ബ്രില്യന്റ്. കാരണം ഞാൻ ഒരിക്കലും ഇതൊരു കോച്ചിങ് ആയിട്ട് കണ്ടിട്ടില്ല. അതായത് എൻ്റെ 11th 12th ക്ലിയർ ചെയ്യാൻ വേണ്ടി ഞാൻ വന്നൊരു സ്ഥലം. അതും ആ രീതിയിൽ തന്നെയാണ് എല്ലാവരും റീറിപ്പീറ്റേഴ്സ് അങ്ങനെയുള്ള ആൾക്കാർ പോലും അവർ ഹാപ്പി ആയിട്ടാണ് പഠിച്ച് പോകുന്നത്. അവർക്ക് ഒരു രീതിയിലുള്ള അവരെ താത്തി പറയുകയോ അങ്ങനെ ഒരു രീതിയിലുള്ള പ്രഷറും അവർക്കില്ല. അപ്പം അത് ഒരുപാട് എന്നെ ഫ്രീ മൈൻഡായിട്ട്, എനിക്ക് ഭയങ്കര ഫ്രീ ആയിട്ടാണ് ഞാൻ ബ്രില്യൻറ്റിലെ സമയം ഒരുപാട് എൻജോയ് ചെയ്തിരുന്നു. അപ്പോൾ എനിക്ക് പല ഓർമ്മകളും ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ തിരിച്ച് വന്നത്. അപ്പം വളരെ ഫ്രീ ആയിട്ട് അത് എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിരുന്നു ആ ഒരു അപ്രോച്ച്. അതുപോലെ തന്നെ ഇപ്പം ആരോമിൽ ഡ്രീം ചെയ്ത ഇൻസ്റ്റിറ്റ്യൂട്ട് AFMC ആണ്. AFMCയിലാണ് ഫൈനലി എത്തിയിരിക്കുന്നത്. ആ ഒരു ലക്ഷ്യമായിട്ടാണ് ബ്രില്യന്റിലേക്ക് വരുന്നത്. എനിക്കൊരു ആർമി ഓഫീസർ ആവണം, അതും ഡോക്ടർ ആവണം അല്ലേ. അങ്ങനെ ഒരുപാട് ലക്ഷ്യങ്ങൾ, സമൂഹത്തിൽ ഒരുപാട് റെപ്യൂട്ടേഷൻസ് കിട്ടുന്ന ഒരു വലിയ ജോബ് എന്ന് തന്നെ നമുക്ക് പറയണം അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് വിദ്യാർത്ഥികൾ 2024 AFMC ഒക്കെ സ്വപ്നം കാണുന്നവരുണ്ട്. ഇനി അങ്ങോട്ടൊക്കെ നിരവധി വർഷങ്ങളിലെ വിദ്യാർത്ഥികളിലൊക്കെ ലക്ഷ്യങ്ങളിലൊന്നാണ് AFMC. വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ്. AFMCയെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാം. ഓക്കെ, AFMC എന്ന് പറയുന്നത് ഒരു സാധാ ഒരു മെഡിക്കൽ കോളേജാണ്. അതെന്ന് പറയുന്നത് സോൾജേഴ്സിനെ, ആർമി ഓഫീസേഴ്സിനെ, ആർമി ജനറൽ അങ്ങനെ ഉള്ള ഓഫീസേഴ്സിനെ ട്രീറ്റ് ചെയ്യുന്നൊരു, അതായത് അവർക്ക് ഫ്രീ ട്രീറ്റ്മെൻ്റ് ആണ്. നിങ്ങൾക്കറിയാം ആർമി ഓഫീസേഴ്സിനൊക്കെ ട്രീറ്റ്മെൻറ്റ് ഫ്രീ ആണ്. അപ്പോൾ അവരെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സാണ്, ഒരു ആർമി ഡോക്ടറാണ്. അവരെ ആർമി ഡോക്ടേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് AFMC, ഒരു കോളേജാണ് AFMC. 150 സ്റ്റുഡൻസ് ആണ്. അപ്പം 150 ആർമി ഡോക്ടേഴ്സിനെ എല്ലാ വർഷവും പ്രൊഡ്യൂസ് ചെയ്ത് വിടുന്ന ഒരു കോളേജാണ് AFMC. എല്ലാ പ്രാവശ്യവും റാങ്കിങ് വരുമ്പോൾ ഒരു എയിംസ്, ജിപ്മർ, അതുപോലെ തന്നെ വെല്ലൂർ, CMC വെല്ലൂർ, അതിൻ്റെ കൂടെ തന്നെ പറയപ്പെടുന്ന ഒരു കോളേജാണ് AFMC. അപ്പം എൻ്റെ 9th സ്റ്റാൻഡേർഡ് മുതലുള്ള ഒരു ഡ്രീമാണ്. എൻ്റെ അങ്കിൾ മേജർ ശ്രീകുമാർ ഒരു ആർമി ഓഫീസറാണ്. പിന്നെ എൻ്റെ അമ്മയുടെ ഒരു ആഗ്രഹമായിരുന്നു, ശ്രീരഞ്ജിനി, എൻ്റെ അമ്മയുടെ ഒരു ആഗ്രഹമായിരുന്നു ഞാനൊരു ഡോക്ടറാണെന്ന്. എൻ്റെ അങ്കിളിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഞാൻ ആർമി ഓഫീസറാണെന്ന്. അപ്പം രണ്ടും കൂടെ കൾമിനേറ്റ് ചെയ്തൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. പിന്നെ എൻ്റെ ആഗ്രഹം ഒരു നല്ലൊരു ടീച്ചർ ആവണമെന്നായിരുന്നു. അപ്പം ഒബ്വിയസ്ലി ഡോക്ടേഴ്സാണ് മെഡിക്കൽ കോളേജിൽ പഠിപ്പിക്കുന്നത്. അപ്പം എൻ്റെ പെർഫെക്റ്റ്ലി 3 എണ്ണം കൂടെ ചേർന്നൊരു ഒരു കോളേജാണ്, എൻ്റെ ഒരു ഡ്രീം കോളേജാണ്. സെൽഫ് സാറ്റിസ്ഫാക്ഷൻ, അതുപോലെ തന്നെ അമ്മയുടെ ആഗ്രഹം സാധ്യമാക്കി, അതുപോലെ തന്നെ നമ്മുടെ അങ്കിളുടെ ആഗ്രഹം എല്ലാം കൂടെ ഒരുമിച്ച് എല്ലാം കൂടെ ചേർന്നൊരു. അപ്പം ഞാൻ 9ാം ക്ലാസ്സിൽ തന്നെ ഡിസൈഡ് ചെയ്താണ് ഞാൻ AFMCയിലേ പോകത്തുള്ളൂ.
അപ്പം അന്ന് മുതൽ തന്നെ എൻ്റെ ഇത് ക്ലിയർ ആയിരുന്നു. 11th 12th എൻ്റെ പഴയ സ്കൂളിൽ തന്നെ പഠിക്കുക, എന്നിട്ട് ബ്രില്യൻ്റ് വന്ന് ഒരു വർഷം റിപ്പീറ്റ് ചെയ്യുക, എന്നിട്ട് FMC കയറുക. അപ്പം ആൾക്കാർ എന്നോട് ചോദിച്ചത് പാടല്ലേ അങ്ങനല്ലേ. പക്ഷെ ഒരിക്കലും എൻ്റെ പ്ലാൻ വളരെ ക്ലിയർ ആയിരുന്നു. എനിക്ക് ഒരു രീതിയിലും ആ പ്ലാനിൽ കോവിഡ് വന്നതൊഴിച്ചാൽ ആ പ്ലാനിൽ, കാരണം കോവിഡ് വന്നില്ലെങ്കിൽ കുറച്ചുകൂടെ മാർക്ക് കിട്ടിയില്ല. പക്ഷെ അതിലൊന്നും ഒരു ഡിഫറൻസ് ഇപ്പം എനിക്ക് തോന്നുന്നില്ല. പക്ഷെ കോവിഡ് ഒഴികെ ബാക്കി 9th മുതൽ FMCയുടെ റിസൾട്ട് വന്നത് November 16th 4 മണിക്കാണ്. ഞാൻ November 16th 1 മണിയുടെ ട്രെയിനിൽ പൂനെക്ക് കയറിയിരുന്നു. അത്ര ഷുവർ ആയിരുന്നു ഞാൻ അവിടെ. എനിക്ക് അവിടുത്തെ FMC കിട്ടി. അവിടുത്തെ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഇച്ചിരി ഷുവറിറ്റി വന്നു. അപ്പം പക്ഷേ FMCയിൽ ആ വർഷം കിട്ടിയില്ല. എനിക്ക് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കിട്ടിയത്, വണ്ടാനം. പക്ഷെ എന്നാലും ഞാൻ ഒരു വർഷം ബ്രില്യൻ്റ് വന്നതിനെ റിപ്പീറ്റ് ചെയ്യാൻ. എനിക്ക് FMC ആ വർഷം കിട്ടിയില്ലായിരുന്നെങ്കിൽ അത്ര ഷുവർ ആയിരുന്നു ഞാൻ എനിക്ക് FMC വേണമെന്നുള്ളത്. കാരണം അതിനപ്പുറത്തേക്ക് എന്ത് വന്നാലും ലൈഫ് ടൈം റിഗ്രറ്റ് ആണെന്നാണ് എനിക്ക് ഉറപ്പായിരുന്നു. കാരണം ഇത് എനിക്ക് എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ ആയതുകൊണ്ട് മാത്രമല്ല, നമ്മൾ ആ കോളേജിനെ പറ്റി കുറെ കൂടെ പഠിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഞാൻ ജവഹർ നവോദയ വിദ്യാലയ പത്തനംതിട്ടയിലെ സ്റ്റുഡൻ്റാണ്. ഞാൻ 6 തൊട്ട് 12 വരെ അവിടെയാണ്. അപ്പോൾ ഒരു ഹോസ്റ്റൽ വിദ്യാഭ്യാസത്തിൽ കൂടെ വന്ന ഒരാളാണ് ഞാൻ. അപ്പം FMC അതിൻ്റെ ഒരു തനി പകർപ്പാണ്. പക്ഷേ കുറെ കൂടെ വെൽ ഫണ്ടഡ് ആണ്. അങ്ങനെ ഒരു ഇതാണ് FMC. അപ്പം നമുക്കവിടെ സാധാ മെഡിക്കൽ കോളേജ് പോലെയൊക്കെയാണ്. ഇപ്പോൾ എൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ട് അവിടെ ഫോൺ യൂസ് ചെയ്യാൻ പറ്റുമോ, അവിടെ എന്നും PT പരേഡ് അല്ലേ, അങ്ങനെയൊന്നുമില്ല. ഒരു സാധാ മെഡിക്കൽ കോളേജാണ്. പക്ഷേ ഇൻഫ്രാസ്ട്രക്ചർ നമ്പർ 1 ആണ്. ഞാൻ എയിംസ് ഡൽഹിയിലൊക്കെ പോയിട്ടുള്ളതാണ്, ഞാൻ ഫെസ്റ്റിന് പോയിട്ടുള്ളതാണ്. പക്ഷേ എല്ലാ കോളേജും പോലെ ഹോസ്പിറ്റൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അടുത്തടുത്തല്ല. ഹോസ്പിറ്റലും, അതായത് എല്ലാ മെഡിക്കൽ കോളേജിൻ്റെ കൂടെ ഒരു ഹോസ്പിറ്റൽ അഫിലിയേറ്റഡ് ആയിട്ട് കാണും. ഇതിൻ്റെ ഹോസ്പിറ്റലിൽ നിന്ന് 3 കിലോമീറ്റർ ദൂരെയാണ് കോളേജ്. അപ്പോൾ കോളേജ് ലൈഫ്, പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകണം. അപ്പോൾ നമുക്ക് ഒരിക്കലും നമ്മൾ മെസ്സിൽ പോകുമ്പോൾ 4 പേഷ്യൻസ് നടന്നു വരുന്നതെന്ന് അങ്ങനെയൊന്നും നമുക്ക് നമ്മുടേതായ ഒരു സ്റ്റുഡൻ്റ് ഒരു പ്രൈവസി ഉള്ളൊരു സ്ഥലമാണ്. എന്തും ആയിക്കോട്ടെ, നമുക്ക് എല്ലാം കഴിയുമ്പോൾ ഇത് ഒരു സെൻട്രൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അതുകൊണ്ട് ഒരു രീതിയിലുള്ള ഫീസും ഇല്ല. എല്ലാ മാസമുള്ള മെസ് ഫീ മാത്രമേ ഉള്ളൂ. അത് മാത്രമേ നമുക്ക് അത് പേ ചെയ്യാനുള്ള സ്റ്റൈഫൻഡ് അവിടെ നിന്ന് തന്നെ കിട്ടും. അതായത് പഠിക്കുന്ന കാലത്ത് സ്റ്റൈഫൻഡ് കിട്ടും. അത് ഒരു തുച്ഛമായ എമൗണ്ട് ആണ്. പക്ഷെ നമ്മുടെ ഫീസ് അതിൽ നമുക്ക് ഒരു രീതിയിലുള്ള ചിലവും അവിടെ ഇല്ല. അത് മാത്രമല്ല, നമ്മൾ 4 വർഷം കഴിയുമ്പോൾ നമ്മൾ ഒരു പാസിംഗ് ഔട്ട് പരേഡ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് FMCയിൽ. അതിൽ നമ്മൾ ആർമി, നേവി, എയർഫോഴ്സിലേക്ക് പോകുന്ന ഒരു പരേഡുണ്ട്. അത് NDA പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നടക്കുന്ന പരേഡാണ്. അപ്പോൾ അതിലേക്ക് നമ്മളെ പ്രിപ്പയർ ചെയ്ത് നമ്മൾ ആ പരേഡ് ചെയ്യുമ്പോൾ നമ്മുടെ പേരൻസും നമ്മുടെ ബന്ധുക്കളും എല്ലാവരും വന്ന് പവലിയനിൽ ഇരുന്നത് കാണുമ്പോൾ, എന്നിട്ട് നമ്മുടെ ഇവിടെ സ്റ്റാർ വെച്ചിരിക്കും, അത് മറച്ചിരിക്കും, നമ്മുടെ ഡീൻ വന്നത് മാറ്റും. അപ്പം അന്നേരം നമുക്ക് തോന്നുന്നു, ഞാൻ ഇപ്പോൾ ഓൾറെഡി 2 ബാച്ചസിന്റെ പാസിംഗ് ഔട്ട് പരേഡ് കണ്ടു. ഞാനൊരു കേഡറ്റ് ആയിട്ടാണ് ഇത് കണ്ടത്. ഞാൻ അടുത്ത വർഷത്തെ പരേഡിന് എനിക്കത് കാത്തിരിക്കാം. അതെ, ഞാൻ അടുത്ത വർഷം ഒരു ഏപ്രിൽ ആകുമ്പോഴത്തേന് എൻ്റെ കമ്മീഷനിങ് പരേഡോ, അതിനുവേണ്ടി ഞാൻ ഇപ്പൊ തൊട്ടേ കാത്തിരിക്കുവാണ്. അപ്പം അങ്ങനെ ഒരിക്കലും വേറൊരു മെഡിക്കൽ കോളേജിൽ അങ്ങനെ കിട്ടത്തില്ല. ഒന്നാമത്തെ കാര്യം, മറ്റു മെഡിക്കൽ കോളേജിൽ ഇതൊന്ന് വ്യത്യാസം എന്ന് പറയുമ്പോൾ, ഇപ്പം മറ്റു മെഡിക്കൽ കോളേജിൽ നിന്ന് പുറത്ത് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ വരുന്ന പേഷ്യൻസ് സോൾജേഴ്സ് ആയിരിക്കും. അവർ ജെന്റിൽമാൻ ലൈക്ക് ക്വാളിറ്റീസ് ഉള്ളവരായിരിക്കും. അവരൊരിക്കലും ഈ നമ്മൾ ന്യൂസുകളിലൊക്കെ കാണുന്ന പോലെ ഡോക്ടറിനെ അടിച്ചു, ഡോക്ടറിനെ മോശം വാക്ക് പറഞ്ഞു, ഡോക്ടറിനെ കൊലപാതകം ചെയ്തു, അങ്ങനൊന്നും ഒരിക്കലും നമുക്ക് ആർമി സെറ്റപ്പിൽ അങ്ങനെ കാണാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ പേഷ്യൻസ് തന്നെ സിവിലൈസ്ഡ് പേഷ്യൻസാണ് എല്ലാവരും. അപ്പം നമുക്ക് അതുമാത്രമല്ല, നമുക്ക് നമ്മൾ കോളേജിൽ പഠിച്ചു, ഇപ്പം ഞാനൊരു വേറൊരു മെഡിക്കൽ കോളേജിലാണ് പഠിച്ചതെന്ന് വെച്ചോ, ഞാൻ ജോലി ചെയ്യാൻ ഒരു സ്ഥലത്ത് പോകുവാണ്. അവിടെ വരുന്നത് പല മെഡിക്കൽ കോളേജിലെ ആൾക്കാരായിരിക്കും. അപ്പം നമ്മൾക്ക് അവരൊന്നും മുൻ പരിചയം കാണത്തില്ല, അവിടെ തന്നെ പരിചയം. പക്ഷേ FMC പഠിച്ച് നമ്മളൊരു മിലിറ്ററി ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മുടെ 4 വർഷ സീനിയർ, നമ്മുടെ 5 വർഷ സീനിയർ, നമ്മൾ ഇവരെയൊക്കെ കോളേജിൽ കണ്ടതാണ്, ഇവരെ തന്നെയാണ് നമ്മൾ അവിടെയും കാണുന്നത്. അപ്പോൾ നമുക്ക് അതുപോലൊരു സപ്പോർട്ടീവ് എൻവയൺമെന്റ്, അതായത് A ബാച്ച് മുതൽ ഞാൻ G3 ആണ്. A തൊട്ട് Z വരെ, A1 തൊട്ട് Z2 വരെ, A2 തൊട്ട് Z2 വരെ, അങ്ങനെ ഞാൻ G3 ബാച്ചാണ്. A ബാച്ചിലെ റോൾ നമ്പർ 1 FMC, ഞാൻ 7635 ആണ്. റോൾ നമ്പർ 1 കഴിഞ്ഞ ദിവസം August 4 ആണ് FMC ഡേ. കഴിഞ്ഞ വർഷം August 4 ആ ആള് വന്നിരുന്നു. അപ്പം അത്ര ഒരു കൾച്ചർ ഉള്ളൊരു കോളേജാണ്. അപ്പം നമുക്ക് ആ ഒരു കൾച്ചറിൽ ഇൻക്ലൂഡഡ് ആകുമ്പോൾ നമുക്ക് അവിടുത്തെ പരേഡ് ഗ്രൗണ്ടിൽ ഒരു വോളില് എല്ലാ കേഡറ്റ്സിന്റെയും പേര് എച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്താ പറയുന്നത്, നമ്മൾ അമറാകുവാണ് അവിടെ, മനസ്സിലായി. നമ്മുടെ പേരൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ വരിക എന്നൊക്കെ പറയാം, ചരിത്രത്തിന്റെ ഭാഗമാവുക എന്നൊക്കെ തന്നെ നമുക്ക്. അതെ, അപ്പൊ നമ്മൾ ആ ഒരു എന്താ പറയുന്ന ആ ഒരു കൾച്ചറിന്റെ ഭാഗമാവുകയാണ് നമ്മൾ FMCയിൽ ഇത് ആവുന്നത് കൊണ്ട് തന്നെ. അത് മാത്രമല്ല, നമ്മളൊരു ഡോക്ടർ ആവുമ്പോൾ, ഇപ്പം എൻ്റെ ടീച്ചർ, എൻ്റെ ഒരു സാറുണ്ട്, സാറിൻ്റെ മോൻ വണ്ടാനം ഹോസ്പിറ്റലിലാണ്. അപ്പം സാറിന് തിരുവനന്തപുരത്തേക്ക് ഇങ്ങോട്ട് റീലൊക്കേറ്റ് ചെയ്യേണ്ടി വന്നു. ഒരു വീടൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ചെറിയൊരു ആ ചേട്ടന് നല്ല ശമ്പളമുണ്ട്. പക്ഷേ ഈ സാറിന്
താമസിക്കാൻ ഒരു സ്ഥലമില്ല, ഓക്കെ, ഒരു ക്വാർട്ടേഴ്സ് സംഘടിപ്പിക്കാൻ പറ്റുന്നില്ല. വീടുണ്ടെങ്കിലല്ലേ നിൽക്കാൻ പറ്റും. അപ്പോൾ ഒരു ക്വാർട്ടേഴ്സ് ആലപ്പുഴയെ സംഘടിപ്പിക്കാൻ പറ്റുന്നില്ല. പക്ഷെ നമ്മളൊരു ആർമി ഡോക്ടർ ആണെങ്കിൽ, നമ്മൾ ഇപ്പം ജമ്മുവിലാണ് എനിക്ക് പോസ്റ്റിംഗ് എങ്കിൽ, ജമ്മു റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ കാല് കുത്തുമ്പോൾ തന്നെ അവിടെ ജീപ്പ് വന്ന് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കി എൻ്റെ ലഗേജ് എല്ലാം അവിടെ എത്തിച്ച് ക്വാർട്ടേഴ്സ് റെഡിയായി കിട്ടിയിരിക്കും. അപ്പം അത് ആർമി കൾച്ചറാണ്. ആർമി കൾച്ചർ എന്ന് പറയുമ്പോൾ നമ്മളെ അവർ അതുപോലെയാണ് നോക്കുന്നത്. അപ്പം ഞാനത് നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. ഞാൻ എൻ്റെ അങ്കിൾ മേജർ ശ്രീകുമാറിനോട് നിന്നിട്ടുണ്ട് കുറെ കാലം. അപ്പം ഞാനിത് കണ്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. അപ്പം ആ സ്റ്റാൻഡേർഡ് പ്ലസ് നമ്മൾ വെറും ഓഫീസറല്ല, നമ്മളൊരു ഡോക്ടറാണ്. ഒരു 140 പേരുടെ കൂടെ നമ്മളൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. ആ 140 സോൾജേഴ്സിന് നമ്മൾ ഒരാളാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെതായ ഒരു അപ്പോൾ അവർക്ക് നമ്മളെ ഒരു ദൈവത്തെ പോലാണ്. ഇപ്പോൾ എല്ലാവരും പറയും ഡോക്ടർ ദൈവത്തെ പോലാണ്. പക്ഷേ അങ്ങനെയാണോ ആൾക്കാർ ഇന്ന്? എല്ലാവരും പറയുമ്പോൾ ഓക്കെ ഞാൻ കാശ് തരുന്നില്ല അതുകൊണ്ടല്ലേ നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്നുള്ള ഒരു ഇതാണ് ഇപ്പോഴത്തെ ഡോക്ടേഴ്സിനോടുള്ള ഒരു അപ്രോച്ച്. എന്തിനാ ഈ ടെസ്റ്റ്, എന്തിനാ ആ ടെസ്റ്റ്, അങ്ങനെ ഒരു അപ്രോച്ചാണ് ഡോക്ടേഴ്സിന്. പക്ഷേ നമ്മൾ അവിടെ പോകുമ്പോൾ നമ്മൾ AFMC പാസ് ഔട്ടായി നമ്മൾ ആർമിയിലാണെങ്കിൽ, നമ്മളൊരു ആർമി ഡോക്ടർ ആണെങ്കിൽ നമുക്ക് ആ സോൾജേഴ്സ് ആ ഒരു വില തരും. അപ്പം നമുക്ക് അതിൻ്റെ യൂണിഫോമിൻ്റെ ഒരു പ്രൗഡ്, പിന്നെ ഡോക്ടർ ആയെന്നുള്ളതിൻ്റെ ഒരു പ്രൗഡ്. എന്നിട്ട് നമ്മൾ തിരിച്ചു വന്നത് നമ്മുടെ ജൂനിയേഴ്സ് AFMC തന്നെ പഠിപ്പിക്കുക. അപ്പോൾ ആ ഒരു കൾച്ചർ ഇങ്ങനെ നമ്മളിങ്ങനെ അതിൻ്റെ ഭാഗമായിക്കൊണ്ടിരിക്കുക. നമ്മൾ ഒരിക്കലും അതിൽ നിന്ന് വിട്ടുപോകുന്നില്ല. പക്ഷേ ഇതിലേക്ക് എത്തിപ്പെടുമ്പോൾ ആൾക്കാർ ഈ കൾച്ചർ കേൾക്കുമ്പോൾ വിചാരിക്കും അയ്യോ ഇത് ഭയങ്കര പാടായിരിക്കും, ഇതൊരു ഹാർവേഡ് യൂണിവേഴ്സിറ്റി പോലൊരു സ്ഥലമാണ്. ഒരിക്കലും അല്ല. എനിക്ക് 655 ആയിരുന്നു. ആ വർഷം 618 കിട്ടിയ പോലും കയറിയിട്ടുണ്ട്. ആ വർഷത്തെ കട്ട് ഓഫ്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ കയറിയിട്ടുണ്ട്. പക്ഷെ അവരെവിടെ പെർഫോം ചെയ്തു? ഇന്റർവ്യൂവിൽ പെർഫോം ചെയ്തു. ഇപ്പം 1000 മാർക്കിലാണ് AFMC സെലക്ഷൻ, 720 മാർക്സ് നീറ്റ്, 200 മാർക്സ് ഇന്റർവ്യൂ, 80 മാർക്സ് അവിടെ ഒരു ഇംഗ്ലീഷ് എക്സാം ഉണ്ട്. ഇംഗ്ലീഷിൻ്റെ എക്സാം അതൊരു നമുക്ക് സാധാ CBSE ഇംഗ്ലീഷ്. ഈ 200 മാർക്കിന് ഇന്റർവ്യൂ നമ്മൾ അടിപൊളിയായിട്ട് പെർഫോം ചെയ്തെങ്കിൽ നമുക്ക് ആ നീറ്റിൻ്റെ മാർക്ക് കവർ ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പം ആർമി ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, താടി വെച്ച ഒരാൾ അവിടെ ചെല്ലുമ്പോൾ അവർക്ക് തന്നെ ഒരു മോഹം. അവിടെ ഓഫീസേഴ്സ് ഒന്നും താടി വെക്കാറില്ല. അപ്പം നമ്മളൊരു താടി വെച്ച് ചെല്ലുന്ന അവർക്കൊരു മോശം തോന്നും. ഇന്റർവ്യൂവിന് AFMC ഇന്റർവ്യൂവിന് ഷർട്ട് ഇൻഷർട്ട് ചെയ്യാതെ താടി വെച്ച് വന്ന ആൾക്കാർ സെലക്ട് ആയിട്ടുണ്ട് എൻ്റെ ബാച്ചിൽ. കാരണം എന്താ? അവർക്ക് നീറ്റിൽ 680 മാർക്സ് ഉണ്ടായിരുന്നു. അപ്പം 1000 മാർക്സിൽ 72% നീറ്റാണ്. അപ്പം നീറ്റിന് എത്ര വാങ്ങുന്നു അത്ര ഇന്റർവ്യൂവിന് കുറച്ച് വാങ്ങിയാൽ മതി. നീറ്റിന് എത്ര കൂടുതൽ വാങ്ങുന്നു നമുക്ക് അത്ര ഇന്റർവ്യൂവിന് ലീനിയൻ്റ് ആകാൻ. അപ്പം എനിക്ക് 655 ആയിരുന്നു. ഇന്റർവ്യൂ എൻ്റെ നല്ല രീതിയിൽ പോയിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ 27th റാങ്ക് ആയിട്ടാണ് 150 സ്റ്റുഡൻസിൽ സെലക്ട് ആയിരുന്നു. പക്ഷെ 680 കിട്ടിയ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവന് 108 റാങ്ക് ആയിരുന്നു. കാരണം ഇന്റർവ്യൂവിൽ അവൻ ഇച്ചിരി മോശമായിപ്പോയി അവൻ തന്നെ പറഞ്ഞിരുന്നു. പക്ഷെ അവനത് നീറ്റിൽ കവറപ്പ് ചെയ്യാൻ പറ്റി. അപ്പം ഒരു 650+ വാങ്ങി നിങ്ങൾ നിങ്ങളുടെ സ്കൂളിലെ എന്തെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ്, ക്രിക്കറ്റിൻ്റെയോ ഒരു അത്ലറ്റിക്സിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് അവിടെ പ്രീ ഇന്റർവ്യൂവിൽ പ്രൊഡ്യൂസ് ചെയ്ത് ഇന്റർവ്യൂവിന് നിങ്ങളൊരു കോട്ട് ഇട്ട് ഷേവ് ചെയ്ത് മിലിറ്ററി കട്ട് ചെയ്ത് പോയി ഹലോ സർ എന്നുള്ള രീതിയിൽ കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിച്ചാൽ AFMC കിട്ടുന്നത് നിങ്ങളെ ആർക്കും തടുക്കാൻ പറ്റത്തില്ല. അത് ഇംപോസിബിളാണ്. കാരണം ആൾക്കാർ പകുതി പേരും അവിടെ വരുന്നത് അയ്യോ എനിക്ക് സിയാച്ചിൻ ഗ്ലേഷ്യറിൽ പോസ്റ്റിംഗ് കിട്ടുമോ എന്നുള്ള പേടിയിൽ അവർ സ്വയം എന്നാ വേണ്ടെന്നുള്ളൊരു മനസ്സിലാണ് വരുന്നത്. പക്ഷെ വേണമെന്ന് നമ്മൾ തീരുമാനിച്ച് വന്നാൽ നമുക്ക് അതുപോലെ കോൺഫിഡൻ്റ് ആയിട്ട് ഇന്റർവ്യൂവിൽ പെർഫോം ചെയ്യാൻ പറ്റി. കിട്ടുന്നതിന് ആർക്കും തടുക്കാൻ പറ്റത്തില്ലെന്ന് ഞാൻ പറയും. ഞാനവിടെ അങ്ങനെ എൻ്റെ ജൂനിയേഴ്സിനെ എൻ്റെ ബാച്ചിലുള്ളവരെ ഞാൻ കണ്ട് ഉള്ള ഇതിൽ നിന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം അത് നമ്മളതിന് റെഡിയായിട്ട് ഇറങ്ങി തിരിച്ചാൽ നമ്മൾ ആർക്കും തടുക്കാൻ പറ്റത്തില്ല. ഒരു 650+ മാർക്ക് ഉണ്ടോ AFMC ഷുവറാണ്. ആരോമലിനോട് സംസാരിച്ചപ്പോൾ ഒരു AFMC സ്റ്റുഡൻറ്റിനോട് സംസാരിക്കുന്ന ഒരു ഫീൽ അല്ല എനിക്ക് കിട്ടിയത്, ഒരു ആർമി ഓഫീസറോട് സംസാരിക്കുന്ന ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത്. കാരണം അത്ര എനർജറ്റിക് ആയിട്ടാണ് ആരോമൽ ഓരോ കാര്യങ്ങളെയും വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പരിചയപ്പെടുത്തി തന്നത്. ആരോമൽ വളരെ നന്ദിയുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ AFMCയിൽ നിന്ന് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം, എനിക്ക് തോന്നുന്നു ഒരു 4 വർഷങ്ങൾക്ക് ശേഷം ബെർലിനിലേക്ക് എത്തി ബെർലിൻ്റെ പ്രൊഫസേഴ്സിനെയും ടീച്ചേഴ്സിനെയും ഒക്കെ കണ്ട് ആരോമൽ മടങ്ങുകയാണ്. ആരോമൽ ഒരുപാട് ഹാപ്പിയാണ്. അതെ, ഞാൻ ഹാപ്പിയാണ്. ഇവിടെ വന്ന കിട്ടിയൊരു വെൽക്കം കൊണ്ട് തന്നെ എനിക്ക് ഹാപ്പിയാണ്. ഓക്കെ, അപ്പം ഞങ്ങളും ഹാപ്പിയാണ്. കാരണം ഈ വർഷം തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആരോമൽ പറഞ്ഞു കൊടുത്ത ആരോമലിൻ്റെ സ്ട്രാറ്റജി ഉണ്ട്. ആൻഡ് അതിനുപരി നിങ്ങൾ ഇങ്ങനെയും കൂടി ഒരു വഴിയുണ്ട്, ഇതും ട്രൈ ചെയ്ത് നോക്കൂ എന്നൊക്കെ നമ്മളോട് പറഞ്ഞു തന്നു. അപ്പോൾ വിദ്യാർത്ഥികൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ആരോമൽ ഇവിടെ ആദ്യം വന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ച് പറഞ്ഞു. ഫിസിക്സിനെ കുറിച്ചൊന്നും ഒരു അറിവില്ല, അതുപോലെ തന്നെ കെമിസ്ട്രിയിലൊക്കെ കുറച്ച് വീക്കായിരുന്നു. പക്ഷേ ഗിവപ്പ് ചെയ്യാൻ തയ്യാറില്ലായിരുന്നു, ലക്ഷ്യത്തിൽ ഉറച്ചിരുന്നു. പൗലോ കൊയ്ലോയുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, ഇഫ് യു റിയലി വാണ്ട് സംതിങ് ദ എൻ്റയർ വേൾഡ് കൺസ്പയർസ് ടു അച്ചീവ് ദാറ്റ്, അല്ലേ? അപ്പോൾ നിങ്ങളുടെ ലക്ഷ്യം ഉറച്ചതാണെങ്കിൽ
ഈ പ്രകൃതി മുഴുവൻ നിങ്ങളുടെ കൂടെ നിൽക്കുമെന്ന് പറയുന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് ആരോമൽ. ആരോമൽ ലക്ഷ്യത്തിൽ ഉറച്ചു നിന്നു, ലക്ഷ്യം നേടിയെടുക്കുന്നത് വരെ പോരാടി ഇപ്പോൾ ലക്ഷ്യത്തിൻ്റെ പാതയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ 2024 ഭാഗമാകുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടെ മുന്നോട്ട് നീങ്ങിയാൽ നിങ്ങൾക്കും ഈ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കുമെന്നത് ഉറപ്പാണ്. അപ്പോൾ ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി.